കടയിൽ പോയിട്ട് ഓടി വരാം കേട്ടമ്മേ. നമ്മളെ നിരന്തരം ഹരാസ് ചെയ്യുന്നതും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും തെളിവുണ്ട്. പിന്നെ നമ്മുടെ കണ്ണ് പൊട്ടിക്കണമെന്നൊക്കെ ഉള്ള ഉദ്ദേശത്തോടെ നമ്മുടെ കണ്ണിലോട്ട് ടോർച്ച് അടിക്കുന്നത്, അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ ഉദ്ദേശങ്ങൾ. അപ്പം അതൊക്കെ നമുക്ക് എഴുതി അയക്കാൻ പറ്റും. നമ്മളത് എഴുതി അയക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത് അയക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ 8/1/23 മാർച്ച് 11:09 നമ്മൾ എഴുതി അയക്കണം ഇത്. കാരണം വലിയ ശല്യമായിട്ട് മാറിയിരിക്കും ഇവനെ കൊണ്ട്. നമുക്ക് നോർമൽ ലൈഫ് ഇതാക്കാൻ പറ്റത്തില്ല. നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഫോണൊന്നും ഇല്ലാതെയാണ് നമ്മുടെ വസ്തുവിനകത്തോട്ട് ഇറങ്ങുന്നത്. ഇവൻ ഇരുന്ന് പിടിക്കുക. ഇവനെ ചുമ്മാ അല്ല പിടിച്ചിട്ടുള്ളത്. ഇവൻ തെറി വിളിക്കുമ്പോഴാണ് നമ്മൾ ഇവൻ്റെ ഇതെല്ലാം എടുത്തിട്ടുള്ളത്. പിന്നെ പല സംശയാസ്പദമായ കാര്യങ്ങൾ കാണുമ്പോഴേ നമ്മൾ പിടിച്ചിട്ടുള്ളൂ. അല്ലാതെ ഈ റോഡിൽ കൂടെ പലരും പോകുന്നുണ്ട്. ഞാനങ്ങനെ നിങ്ങൾ എത്ര പേരെ കാണുന്നുണ്ട് എൻ്റെ ഫോണിൽ? സ്ഥിരം കാണുന്ന 1-2 ആൾക്കാരെയല്ലേ ഉള്ളൂ നമ്മൾ ഇതാക്കുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ എല്ലാവരെയും പിടിക്കണമെന്നുള്ളൊരു ഉദ്ദേശം അത് വേറെ ആയിരിക്കാം. പക്ഷെ നമ്മളെല്ലാവരെയും പിടിക്കുന്ന ഉദ്ദേശങ്ങളൊന്നുമില്ല. നമ്മൾ ചീത്ത വിളിക്കുമ്പോഴുമാണ് നമ്മൾ പിടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കാറുള്ളൂ. നമ്മൾ എപ്പോഴും നമ്മൾ പോകുമ്പോൾ ഇവിടെയാണ് സ്ഥലം എന്ന് കാണിക്കാനല്ലാതെ നമ്മൾ ഇങ്ങനെ പിടിക്കാറുള്ളൂ. പിന്നെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എന്നാൽ കൂടെ നമ്മളങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലങ്ങൾ പിടിക്കുന്നതിന് ഒന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇവനാണ് മെയിൻ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ക്രിമിനലാണ് മെയിൻ കുഴപ്പക്കാരൻ. അപ്പോൾ അവനെയാണ് നമ്മൾ പിടിക്കുന്നത്, അല്ലാതെ വേറെ ആരെയല്ല. അവൻ ചീത്ത വിളിക്കുന്നതാണ് നമ്മൾ പിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സദാനന്ദ മന്ദിരത്തിക്കാരെ ദിവസവും നമ്മൾ പിടിക്കുന്നുണ്ടോ? ഇല്ല. അവർ ഇങ്ങനെ ചില ആൾക്കാരുമായിട്ട് വന്ന് കഥയുണ്ടാക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. നമ്മളെക്കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കാനായിട്ട് അവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ പിടിക്കാറില്ല. റോഡിൽ പോവാണ്.